ഈ കാണുന്നത് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സാണ് കേട്ടോ. ഈ കാണുന്ന നീളൻ ബോക്സ് വെച്ചിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കിടിലൻ ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ബോക്സ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളറിലേക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രേ കളർ കിട്ടും. ഡാർക്ക് ഗ്രേ കളർ ആയതുകൊണ്ട് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് കളറായിട്ട് തന്നെ തോന്നുള്ളൂ കേട്ടോ. ബോക്സ് മൊത്തത്തിൽ ഈ കളർ തന്നെ വെച്ച് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പെയിൻറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് ബോക്സിൻ്റെയും വീതി നീളത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ വലിപ്പം കൂടിയ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആ വലിപ്പം കുറഞ്ഞ ബോക്സ് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. ഏത് ഭാഗത്താണ് ഒട്ടിക്കേണ്ടത് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ എടുക്കുമ്പോൾ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ എടുക്കണം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് B6000 ഗ്ലൂ ആണ്. അല്ലെങ്കിൽ ഫെവിക്വിക്കോ അങ്ങനെയുള്ള ഗ്ലൂ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. എന്നിട്ട് ആ വലിപ്പം കുറഞ്ഞ ബോക്സ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് ഇതാ ഇങ്ങനെ നല്ല വി ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിറർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മിറർ വെക്കേണ്ട ഭാഗങ്ങളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മിററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാനൊന്ന് റൗണ്ട് ഷേപ്പിൽ മിറർ എടുത്തൊന്ന് വെച്ച് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് അതിനേലും ഭംഗിയായിട്ട് തോന്നിയത് ഈ മിററാണ്. ഇത് ബോക്സിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒട്ടിക്കണുള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡ് ഭിത്തിനോട് ചേർത്ത് വെക്കേണ്ട ഭാഗമായതുകൊണ്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കണ്ട. അപ്പോൾ അതാ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ വോളിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ബോക്സ് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഞാനിതിൽ ഹോൾ ഇടാനായിട്ട് സോൾഡറിങ് അയണാണ് കേട്ടോ യൂസ് ചെയ്തേക്കണത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയും ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിൽ പെയിൻറ്റ് ചെയ്യാനുള്ള പുറം ഭാഗം മാത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെടി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ പോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ സെൻറ്ററിലായിട്ടാണ്. സെൻറ്ററിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കണം. ഇതിൽ വെക്കാനായിട്ട് ചിരട്ട തന്നെ വേണം എന്നില്ല കേട്ടോ. ഇതിലിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പോട്ട് മതി. ഇതിന് ഞാൻ ഇനി വോളിലൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ വാച്ച് ബോക്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഇത്. ഇതുപോലത്തെ 2-3 ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ 2-3 ലെയറായിട്ട് ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാൾ ഡെക്കറാണ്. ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്